ഹലോ, എല്ലാവർക്കും കൊമേഴ്സ് വേൾഡിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേഷനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എങ്ങനെയാണ് വാല്യൂ ആഡഡ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നത് നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ ഇൻകം മെത്തേഡിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻകം മെത്തേഡ്. According to income method, domestic income is calculated as the sum total of factor incomes generated within the domestic territory of a country during a period of an accounting year. ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഫാക്ടർ ഇൻകംസിൻ്റെയും സം ടോട്ടലിനെയാണ് ഇൻകം മെത്തേഡിൽ ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ലഭിക്കുന്നതിന് വേണ്ടി ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. കാരണം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് റിവാർഡായി ലഭിക്കുന്ന ഫാക്ടർ ഇൻകംസ് ആണ് ഇവിടെ നാഷണൽ ഇൻകമായി കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആണുള്ളത്. ഒന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർ. ഇനി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇവരുടെ സർവീസസ് നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്ന റിവാർഡാണ് ഫാക്ടർ ഇൻകം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ ഫാക്ടർ ഇൻകംസ് എന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബറാണ്. ലേബറിന് ലഭിക്കുന്നത് കോമ്പൻസേഷനാണ്, അതായത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. ഇനി ലാൻഡിന് ലഭിക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് റെൻറ്റ് അല്ലെങ്കിൽ റോയൽറ്റിയാണ്. ഇനി ക്യാപിറ്റലിന് ലഭിക്കുന്ന ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും എൻ്റർപ്രണർക്ക് ലഭിക്കുന്ന ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റുമാണ്. ഈ 4 ഫാക്ടർ ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ ഫാക്ടർ ഇൻകംസും നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ലേബർ വർക്ക് ചെയ്യുമ്പോൾ അതിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന റിവാർഡാണ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. എന്നാൽ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ക്യാഷ് മാത്രമല്ല. An employer gives remuneration to employees in cash, in kind and by contributing to social security schemes benefiting the employees. അതായത് ക്യാഷ് ആയിട്ടും കൈൻഡ് ആയിട്ടും സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൻ്റെ ബെനിഫിറ്റ് ആയിട്ടും എംപ്ലോയീസിന് എംപ്ലോയർ റെമ്യൂണറേഷൻ നൽകുന്നുണ്ട്. അതായത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് വേജസ് ആൻഡ് സാലറീസ് ഇൻ കൈൻഡ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ലൈക്ക് ഫ്രീ കൺവെയൻസ്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, കോൺട്രിബ്യൂഷൻ ടു ഇൻഷുറൻസ് സ്കീംസ്, ബോണസ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തേതാണ് വേജസ് ആൻഡ് സാലറീസ് ഇൻ ക്യാഷ്. അതായത് ക്യാഷിൻ്റെ രൂപത്തിൽ വേജസ് ആൻഡ് സാലറീസ്, അതായത് ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ക്യാഷ് ആയിട്ട് നൽകുന്നത്, അത് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് നൽകുന്നത്, ക്യാഷിൻ്റെ രൂപത്തിൽ നൽകുന്നതെല്ലാം വേജസ് ആൻഡ് സാലറീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാഷിൻ്റെ രൂപത്തിൽ നൽകുന്ന ഹൗസ് റെൻറ്റ്, കൺവെയൻസ് അലവൻസസ്, അതുപോലെ തന്നെ ബോണസ്, കമ്മീഷൻ, ഇതെല്ലാം വേജസ് ആൻഡ് സാലറീസിൻ്റെ ഹെഡിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വേജസ് ആൻഡ് സാലറീസ് ഇൻ കൈൻഡ് ആണ്. എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ രൂപത്തിൽ എംപ്ലോയർ എംപ്ലോയിക്ക് ബെനിഫിറ്റുകൾ നൽകുകയാണെങ്കിൽ അതിനെയാണ് വേജസ് ആൻഡ് സാലറീസ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അതായത് ഒരു ജോലി സ്ഥലത്ത് ആ എംപ്ലോയിക്ക് താമസിക്കാനുള്ള അക്കോമഡേഷൻ നൽകുന്നു. അതുപോലെ തന്നെ അവർക്ക് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ നൽകുകയാണ്. പേഴ്സണൽ യൂസിന് വേണ്ടി വെഹിക്കിൾ നൽകുക, ആ എംപ്ലോയിക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് നൽകുക, മെഡിക്കൽ എക്സ്പെൻസസ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം
വേജസ് ആൻഡ് സാലറീസ് ഇൻ കൈൻഡ് എന്ന ഹെഡിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നെക്സ്റ്റ് ഐറ്റമാണ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയേഴ്സ്. എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ പ്രൊവിഷൻസ്, കാഷ്വാലിറ്റി ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഇത്തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന കോൺട്രിബ്യൂഷനാണ് ഇവിടെ എടുക്കേണ്ടത്. ഇതിനെയാണ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് റെൻറ്റ് ആൻഡ് റോയൽറ്റി. എന്താണ് റെൻറ്റ് ആൻഡ് റോയൽറ്റി എന്ന് നോക്കാം. Rent is defined as the amount payable in cash or in kind by the tenant to the landlord for the use of land for production. അതായത് ഒരു ലാൻഡ് ലോഡ് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി ലാൻഡ് നൽകുകയാണെങ്കിൽ, ഒരു ടെനൻറ്റിന് ലാൻഡ് നൽകുകയാണെങ്കിൽ അതിൻ്റെ റിവാർഡായി നൽകുന്ന ക്യാഷിനെയാണ്, അല്ലെങ്കിൽ ക്യാഷോ കൈൻഡോ ആയി നൽകപ്പെടുന്ന എമൗണ്ടിനെയാണ് റെൻ്റ് എന്ന് പറയുന്നത്. ടെനൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു ഫാക്ടർ പേയ്മെൻ്റ് ആണ്, അദ്ദേഹം നൽകുന്ന എമൗണ്ട് ആണ്. സോ ഇറ്റ് ഈസ് എ ഫാക്ടർ പേയ്മെൻറ്റ് ഫോർ ദ ടെനൻറ്റ്. ഇനി എന്താണ് റോയൽറ്റി എന്ന് നോക്കാം. റോയൽറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് പേയബിൾ ടു ദ ലാൻഡ് ലോഡ് ഫോർ ഗ്രാൻഡിങ് ദ ലീസിംഗ് റൈറ്റ് ഓഫ് സബ്സോയിൽ അസറ്റ് ഓൺലി. ഈ റെൻറ്റിൻ്റെ വേറൊരു വേർഷനാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ലാൻഡ്, ഒരു സ്പെസിഫിക് ലാൻഡ് ലീസിന് എടുക്കുകയാണെങ്കിൽ, ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ ഒരു ലാൻഡ് പോർഷൻ നമ്മൾ ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കൈവശം വയ്ക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലീസിങ് റൈറ്റിന് നമ്മൾ റിവാർഡായി കൊടുക്കുന്ന എമൗണ്ടിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ റെൻറ്റ് ആൻഡ് റോയൽറ്റി നമ്മളൊരു ഫാക്ടർ ഇൻകം ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫാക്ടർ ഇൻകമാണ് ഇൻട്രസ്റ്റ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ മണി ബോറോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിവാർഡായി നൽകുന്ന എമൗണ്ടാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ക്യാഷ് ബോറോ ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ കൺസ്യൂമേഴ്സ് അവരുടെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ക്യാഷ് ബോറോ ചെയ്യാറുണ്ട്. അങ്ങനെ വാങ്ങുന്ന ക്യാഷിനും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടക്കാറുണ്ട്. എന്നാൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നോൺ ഫാക്ടർ പേയ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിനായി മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഇൻഡിവിജ്വൽ പേഴ്സണിൽ നിന്നോ ക്യാഷ് ബോറോ ചെയ്യുമ്പോൾ അതിന് റിവാർഡായി നൽകുന്ന എമൗണ്ടിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടർ പേയ്മെൻ്റ് ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആസ് എ ഫാക്ടർ പേയ്മെൻറ്റ് ഇസ് ദ എമൗണ്ട് പേയബിൾ ടു ദ ഓണർ ഓഫ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ഫോർ ഹിസ് എൻ്റർപ്രണറിയൽ എബിലിറ്റീസ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകുന്നതും അതിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം നടത്തുന്നതും ഓണറാണ്. അപ്പോൾ ആ ഓണർക്ക് ലഭിക്കുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം സക്സസ് ആണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് നൽകേണ്ടതും ഡിവിഡൻഡ് നൽകേണ്ടതും അത്യാവശ്യമാണ്. ഈ കോർപ്പറേറ്റ് ഇൻകം ടാക്സും ഡിവിഡൻഡ് നൽകിയതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ടിനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നും റീറ്റെയിൻഡ് ഏണിങ്സ് എന്നുമാണ് പറയുന്നത്. സോ ദ സം ഓഫ് കോർപ്പറേറ്റ് ടാക്സ്, ഡിവിഡൻഡ് ആൻഡ് റീറ്റെയിൻ ഏണിങ്സ് ഈസ് കോൾഡ് പ്രോഫിറ്റ്. അടുത്തൊരു ഫാക്ടർ ഇൻകമാണ് മിക്സ്ഡ് ഇൻകം. മിക്സ്ഡ് ഇൻകം എന്ന് പറയുന്നത് ചില ഐറ്റംസ് ഈ 4 ഫാക്ടർ പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ 4 ഫാക്ടർ ഇൻകത്തിലും ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻകത്തിനെയാണ് മിക്സ്ഡ് ഇൻകം എന്ന് പറയുന്നത്. ഞാനിതൊരു എക്സാമ്പിളിലൂടെ വിവരിക്കാം. ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരാളാണ് രാമു എന്ന് പറയുന്നത്. രാമു തൻ്റെ വരുമാനത്തിന് വേണ്ടി ഒരു ഷോപ്പ് ഇടുകയാണ്, ഒരു പലചരക്ക് കടയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതുപോലെ ഒരു പലചരക്ക് കട തുടങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹം മാത്രമാണ് അതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതിന് രാമു മാത്രമേ ഉള്ളൂ. രാമുവിൻ്റെ സ്വന്തം ഷോപ്പാണ്. അതുപോലെ തന്നെ രാമുവിൻ്റെ സ്ഥലത്ത് തന്നെയാണ് രാമു അത് തുടങ്ങുന്നത്.
സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം തന്നെയാണ് രാമുവിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളൊരു ഇക്കണോമിക്സിൻ്റെ ഒരു സെൻസിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രാമു വർക്ക് ചെയ്യുന്ന ഷോപ്പിനെ റെൻറ്റ് നൽകേണ്ടതായിട്ടുണ്ട്, അതുപോലെ ആ ലാൻഡിനും റെൻറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. രാമുവിൻ്റെ ഷോപ്പിലെ വർക്കർ രാമു തന്നെയാണ്. അപ്പോൾ ശരിക്കും അവിടെ ഒരു വർക്കർ ഉണ്ട് വെച്ചെങ്കിൽ അദ്ദേഹത്തിന് അതിന് വേണ്ട റെമ്യൂണറേഷൻ നൽകേണ്ടതാണ്, വേജസോ സാലറി ആയിട്ടോ റെമ്യൂണറേഷൻ നൽകേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ ഒരു രൂപത്തിലാണ് രാമുവിന് ഇത് കിട്ടുന്നത്. അതായത് ആ കടയിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് തന്നെയാണ് രാമുവിൻ്റെ റെമ്യൂണറേഷൻ, രാമുവിൻ്റെ ലാൻഡിന് കിട്ടുന്ന റെൻറ്റ്, ഷോപ്പിന് കിട്ടുന്ന റെൻറ്റ്. അപ്പോൾ ഇതൊക്കെ രാമുവിൻ്റെ പ്രോഫിറ്റിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻകത്തിനെയാണ് മിക്സ്ഡ് ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിക്സ്ഡ് ഇൻകത്തിന് മിക്സ്ഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ് എന്നും കൂടി പറയാറുണ്ട്. ഇനി അടുത്ത ഫാക്ടർ പേയ്മെൻ്റ് ആണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. ദ സം ഓഫ് റെൻറ്റ്, റോയൽറ്റി, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. അതായത് ഇപ്പോൾ മുകളിൽ നമ്മൾ വിവരിച്ച റെൻറ്റ്, റോയൽറ്റി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇവ നാലും കൂടി ചേർത്തിട്ടുള്ള ടേമിനെ നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്നാണ്. ഇത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ നോൺ വേജ് ഫാക്ടർ പേയ്മെൻറ്റ്സ് ആണ്. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ ആദ്യം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് എന്ന്. ദി സെക്കൻഡ് സ്റ്റെപ്പ്, എസ്റ്റിമേറ്റ് ഫാക്ടർ ഇൻകംസ് പെയ്ഡ് ഔട്ട് ബൈ ഈച്ച് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് ഓരോ ഇൻഡസ്ട്രിയൽ സെക്ടറിലും ഉണ്ടാകുന്ന ഫാക്ടർ ഇൻകംസ് ഏതൊക്കെയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. അതായത് ഓരോ സെക്ടറിലും വരുന്ന കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, മിക്സ്ഡ് ഇൻകം ഇതെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, ടേക്ക് ദ സം ഓഫ് ഓൾ ദ ഫാക്ടർ ഇൻകംസ്. The sum total of all the factor payments represent the contribution of the sector to domestic factor incomes and equal to NDP-FC. എല്ലാ ഫാക്ടർ ഇൻകംസ് ആയിട്ടുള്ള കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, മിക്സ്ഡ് ഇൻകം ഇതെല്ലാം നമ്മൾ ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു രാജ്യത്തിന് ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം ആയിരിക്കും. അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. The fourth step, add NFIA to NDP-FC to arrive net national product at a factor cost or national income. അതായത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാക്ടർ ഇൻകംസ് എല്ലാം ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആയിരിക്കും. ഇത് തന്നെയാണ് നാഷണൽ ഇൻകം. സോ ദിസ് ഈസ് ദ സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ത്രൂ ഇൻകം മെത്തേഡ്. That is, the first step is to classify the production unit into different sectors like primary sector, secondary sector and tertiary sector. The second step is to estimate factor incomes paid out by each industrial sector. The third step, take the sum of all the factor incomes. The fourth and final step is to add net factor income from abroad to net domestic product at factor cost. Then we will get the national income. Equations. Net domestic product at factor cost equal to compensation of employees plus operating surplus plus mixed income. Operating surplus equal to rent plus royalty plus interest plus profit. Profit equal to corporate tax plus dividend plus retained earnings or undistributed profit. Net national product at factor cost equal to net domestic product at factor cost plus net factor income from abroad. Net national product at factor cost equal to national income. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ അഥവാ പ്രിക്വേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡു നോട്ട് ഇൻക്ലൂഡ് എനി ട്രാൻസ്ഫർ ഇൻകംസ്. ഒരു തരത്തിലുള്ള ട്രാൻസ്ഫർ ഇൻകംസും
നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ എടുക്കാൻ പാടുള്ളതല്ല. ഇനി എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ഇൻകംസ് എന്ന് നോക്കാം. ഓൾ ടാക്സസ് പെയ്ഡ് ബൈ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് പേ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ടാക്സുകൾ, അതായത് GST പോലുള്ള ടാക്സുകൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഗിഫ്റ്റ്, ഡൊണേഷൻ, ചാരിറ്റീസ്, സ്കോളർഷിപ്സ്, ലോട്ടറി പ്രൈസസ് ഇതെല്ലാം ട്രാൻസ്ഫർ പേയ്മെൻറ്റിൽ അഥവാ ട്രാൻസ്ഫർ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾ പുതിയ ഫാക്ടർ ഇൻകംസ് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നതിനാലാണ് ട്രാൻസ്ഫർ ഇൻകംസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. സെക്കൻഡ് പ്രിക്വേഷൻ, ഡു നോട്ട് ഇൻക്ലൂഡ് ക്യാപിറ്റൽ ഗെയിൻസ് അറൈസിംഗ് ഫ്രം സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ സെയിലിൽ നിന്ന് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ് അഥവാ ഇൻകം നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഒരിക്കലും എടുക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ബ്രോക്കറേജ് അല്ലെങ്കിൽ കമ്മീഷൻ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇതെല്ലാം ഫാക്ടർ പേയ്മെൻറ്റിൽ ഉൾപ്പെടുന്നു. തേർഡ് പ്രിക്വേഷൻ, ഡു നോട്ട് ഇൻക്ലൂഡ് ഇൻകം അറൈസിംഗ് ഫ്രം ദ സെയിൽ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഷെയർസ്, ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇതെല്ലാമാണ് ഫിനാൻഷ്യൽ അസറ്റുകൾ. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റുകൾ വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻകം ഒരിക്കലും നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്താനായി പാടുള്ളതല്ല. കാരണം ഇതൊരു ഫാക്ടർ പേയ്മെൻറ്റായി ഒരിക്കലും എടുക്കുന്നതല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റുകൾ വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ഇടനിലക്കാർക്ക് കിട്ടുന്ന കമ്മീഷനും ബ്രോക്കറേജും നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഗെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻകം ഒരിക്കലും നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതല്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം മെത്തേഡിൻ്റെ തിയറി പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം കൊണ്ട് തന്നെ പ്രോബ്ലം പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. You're watching Commerce World, the way to success. This is Midhu signing off.